രാജ് സാറ് ഇപ്പോൾ അദ്ദേഹം പുതുമുഖ സംവിധായകനാണ്. അദ്ദേഹം ഈ കഥയുമായി സാറിനെ സമീപിച്ചപ്പോൾ സാർ എന്തുകൊണ്ടാണ് ഇതിന് യെസ് എന്ന് പറഞ്ഞത്? അതെ, ഫസ്റ്റ് ക്യാരക്ടർക്ക് വേണ്ടി. സോ ഇതിൽ ഉള്ള എല്ലാ ക്യാരക്ടറും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. സോ അതിൽ നോർമലി ഒരു കമേഴ്ഷ്യൽ പടത്തിൽ ഈ ഒരു ലേയേഴ്സ് കിട്ടില്ല, ഒരു ഡെപ്ത് ഇല്ലാതെ പോകും. സോ ഇതിൽ അങ്ങനെ ഒന്നുമില്ല. ഈ ക്യാരക്ടർ ഈവൻ നല്ലവെന്ന് we don't know, like he is very good. He can be very emotional, he can be very sensitive, and even other characters, they can be absolutely gentlemen, but they will have a past, so which is very scary. Okay. So അപ്പോൾ ആ ആംഗിളിൽ കാണുമ്പോൾ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. സോ ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുമോ? സോ കെൻ ഐ എക്സ്പ്ലോർ ദിസ്, ബിക്കോസ് ഐ ഹാവൻ ഡൺ ദിസ് ക്യാരക്ടർ ടിൽ നൗ. സോ ലെറ്റ് മീ എക്സ്പ്ലോർ. അതാണ് എൻ്റെ അപ്രോച്ച് ഈ പടത്തിൽ. അവരിന് എങ്ങനെയാണ് ഇപ്പം അദ്ദേഹം ആദ്യമായിട്ടാണ് സംവിധാനം ചെയ്തത് ഈ ഒരു കഥ ഇതിലേക്ക് വന്നപ്പോഴേക്കും ഫൈനലി പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ട്, പൂർണ്ണമായി കണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ എന്താണ് ഈ സിനിമയെ കുറിച്ച്? എനിക്ക് കണ്ടെടുത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഫസ്റ്റ് പിച്ച് ഡെക്ക് കാണിച്ചപ്പോൾ എന്താണോ ജിഷോ ചേട്ടൻ കിരൺ ചേട്ടനാണേലും അത് എന്ത് കൺവേ ചെയ്യാനാണ് ഉദ്ദേശിച്ചത് അത് അതേ ഒരു മൂഡിലും അതേ ഒരു ലെവലിൽ അവർക്ക് അത് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മ്യൂസിക് ആണെങ്കിലും കാണാനുള്ള വിഷ്വൽസ് ആണെങ്കിലും എല്ലാ രീതിയിലും ആ ഒരു ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പം അത് ഭയങ്കര നന്നായിട്ട് തന്നെ അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കിപ്പോൾ ട്രെയിലറാണെങ്കിലും ടീസറാണെങ്കിലും അതിൻ്റെ മ്യൂസിക്കൊക്കെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട് മലയാളത്തിൽ അങ്ങനത്തെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മ്യൂസിക് സ്റ്റൈലോ ഒന്നും. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. കാരണം ആദ്യം എന്താണോ ആ ക്ലാരിറ്റി അവർക്കുള്ളതുകൊണ്ട് അത് ആ കറക്റ്റ് ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് വന്നിട്ടുണ്ട് സിനിമയിൽ എന്നുള്ളത്. ഓക്കെ. ഈ പ്രത്യേകിച്ച് അപർണയുടെ കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം രായൻ എന്ന് പറഞ്ഞ ചിത്രം തമിഴിൽ ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുന്നു, അടുത്ത മലയാളത്തിൽ കിഷ്കിന്ദ കാണ്ഡം, അതിനു മുമ്പ് ദേശീയ അവാർഡ് നേടുന്നു. അപ്പൊ ഒരു റോൾ സെലക്ട് ചെയ്യുമ്പോഴേക്കും അപർണയെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി അത് സ്വന്തമായിട്ട് അത് വേണോ തോന്നലുകൾ കുറച്ചും കൂടി ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട്, ഒരു പ്രതിബദ്ധമായിട്ട് തോന്നുന്നുണ്ട്. ഇത് ഇങ്ങനെ എടുക്കണോ വേണ്ടെന്നുള്ളത് കുറച്ചും കൂടി ചൂസി ആയിട്ടുള്ളത് ഏറ്റവും മെയിൻ ആയിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ ഓക്കെ ആയിരിക്കോ ഇല്ലയോ എന്നുള്ളതാണ് മെയിൻ ക്വസ്റ്റ്യൻ. വേറെ ഒന്നും അതിനുള്ളൊരു ക്രൈറ്റീരിയ ഒന്നുമല്ല. നമ്മൾക്കൊരു കഥ കേൾക്കുമ്പോൾ നമുക്ക് അറിയാലോ നമ്മൾ ആ ക്യാരക്ടർ ചെയ്താൽ നല്ലതായിരിക്കും. ചിലപ്പോൾ അത് ചാലഞ്ചിങ് ആയിരിക്കും, അങ്ങനെയും ആവാം. നമ്മളിപ്പം എന്താ പറയുക, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ ട്രൈ ചെയ്യാം ചിലപ്പോൾ. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ഒരു മൊത്തം കഥയും എല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ എന്താ പറയുക സന്തോഷം ഒരു സിനിമയുടെ ഭാഗമാവും. എനിക്കിപ്പം ഭയങ്കര നല്ല ക്യാരക്ടർ ഉണ്ട്, പക്ഷെ ഇപ്പോൾ മൊത്തത്തിലുള്ള സ്റ്റോറി എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അത് കമ്മിറ്റ് ചെയ്യില്ല. അത് എനിക്ക് സിനിമ ആസ് സച്ച് വർക്ക് ആവണം. ഇപ്പൊ കിഷ്കിന്ദ കാണ്ഡം ഞാൻ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ക്യാരക്ടർ അവർ നെറേറ്റ് ചെയ്ത രീതിയാണെങ്കിലും ആ ക്യാരക്ടർ ഒന്നും അല്ല നമ്മൾ നോക്കുന്നത്, നമ്മൾ അവരുടെ കൂടെ ട്രാവൽ ചെയ്യാണ്. സ്റ്റോറി വാസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ആ സ്റ്റോറിയുടെ ഭാഗമാവണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കിഷ്കിന്ദ കമ്മിറ്റ് ചെയ്തത്. അപ്പം നമുക്ക് അങ്ങനെ ഓരോന്നിനും ഓരോ പോലെയാണ്. അപ്പം ഞാൻ മെയിനായിട്ട് പക്ഷേ സിനിമ ആസ് എ ഹോളാണ് ഞാൻ എപ്പോഴും കാണുന്നത്. ഇപ്പൊ രുദ്രത്തിലാണെന്നുണ്ടെങ്കിലും ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്നത് സാറിന്റെ ശബ്ദത്തിലൂടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ തിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു നടൻ എന്നുള്ളതിന് അപ്പുറം ഡബിങ് എന്നുള്ള ഭാഗത്തിൽ ഇപ്പൊ സാറ് തന്നെ മലയാളത്തിൽ പോലും ഡബ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചില സിനിമകൾ സാറ് വേണ്ടാന്ന് വെക്കുന്നതാണോ അതോ സാറ് അല്ലാത്ത രീതിയിൽ അവർക്ക് വിട്ടുകൊടുക്കുന്നതാണോ, നിർമ്മാതാക്കൾക്കോ അല്ലെങ്കിൽ സംവിധായകനോ അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്നതാണോ, അതിൽ നിന്ന് മാറുന്നതാണോ, അല്ലെങ്കിൽ ഇപ്പം പൂർണ്ണമായിട്ട് അധികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ സാറ് തന്നെ മലയാളത്തിൽ ഡബ് ചെയ്യാനാണോ സാറിന് ഇഷ്ടം? എനിക്കിഷ്ടം ഡബിങ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ ചില ഫിലിമിൽ ഇപ്പോൾ സംവിധായകൻ്റെ അവരുടെ ഒരു ഡിസിഷൻ ഉണ്ടാവും. അതിൻ്റെ സ്ലാങ് വേറെ, അതിൻ്റെ ഇൻറ്റോനേഷൻസ് വേറെ. അപ്പോൾ എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, എനിക്ക് അത്ര മലയാളം ഒന്നും അറിയത്തില്ല. ഓക്കെ. സോ ഇൻ ദിസ് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഈവൻ സിങ്ക്. അത് ഇതാണ് നമ്മുടെ സിങ് സൗണ്ട്. സോ അപ്പോൾ ഡയലോഗ് എന്താ നമുക്ക് സെറ്റിൽ എന്താ എടുക്കുന്നത് അതേ ട്രെയിലറിലുണ്ട്. സോ വി പ്രിപ്പയർഡ് എ ലോട്ട് ലൈക്ക് to sound like an outsider who is settled in Kerala who can speak Malayalam. Okay. So അങ്ങനത്തെ ക്യാരക്ടർ. So ആ സ്ലാങ് വളരെ സാറിപ്പോൾ എന്താണോ പറയുന്നത് അത് തന്നെയാണ് സിനിമയിൽ. അപ്പം അത് ക്യാരക്ടറിന് വളരെ ആവശ്യമായിരുന്നു, കറക്റ്റ് ആയിരുന്നു, ക്യാരക്ടർക്ക് അത്ര ആവശ്യമായിരുന്നു. സോ അങ്ങനെ ചെയ്തു. പ്രത്യേകിച്ച് ഇപ്പോൾ മലയാളി തിയേറ്ററിൽ പോകുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ചിത്രത്തിന് വേണ്ടിയാണ്. രുദ്രം പൂർണ്ണമായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ചിത്രം തന്നെയാണ്. ഉറപ്പായിട്ടും. എന്തൊക്കെയാണ് അതിനു വേണ്ടിയുള്ള ചേരുവകൾ ചേർത്തിരിക്കുന്നത്? ഏതൊക്കെ സാങ്കേതിക വിദ്യകളാണ് കൂടുതൽ അഡീഷണൽ ആയിട്ട്? അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആ എഴുതി വെച്ച സബ്ജക്റ്റിലൂടെ ജെന്യുവൻ ആയിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം.
ഈ ഒരു ഫസ്റ്റ് ലുക്ക് ആയിക്കോട്ടെ, കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൊത്തം അറ്റൻഷൻ ആദ്യം ഇറക്കിയ ഫസ്റ്റ് ലുക്ക് ഇപ്പൊ ഇതിന്റെ ബാക്കിലും ഉണ്ട്. ഇതിന്റെ അതിരുന്നിട്ട് ഈ ചുവന്ന ബാക്ക്ഗ്രൗണ്ടും അപ്പൊ ഇവർ രണ്ടുപേരിലും മാത്രം ഫോക്കസും രുദ്രത്തിൽ മാത്രം ഫോക്കസും. സാധാരണ സിനിമയിലെ ടെക്നീഷ്യൻസ് പേരുകളും എല്ലാം നമ്മളിപ്പോ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഈ പോസ്റ്ററിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബ്ലിങ്ക് ആയിട്ട് ഈ കഥാപാത്രങ്ങൾ ഇരിക്കുന്നു, പെട്ടെന്ന് രുദ്രം കാണുന്നു. അടുത്ത സെക്കൻഡ് ലുക്കിലും കുറെ റെഡിഷ് ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും. പോസ്റ്ററിനും ഓരോ പ്രത്യേകതയുണ്ട്. അത് ആ സിനിമയുടെ പാറ്റേൺ അടിസ്ഥാനമാക്കി തന്നെയാണോ പോസ്റ്റർ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പലറ്റും സിനിമയുടെ ആ സിനിമ പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ സിനിമ പറയുന്ന രാഷ്ട്രീയത്തിൽ തന്നെയാണ് ആ സിനിമ സഞ്ചരിക്കുന്നതും. സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റുകളും അങ്ങനെ വരണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതങ്ങനെ തന്നെ വരട്ടെ എന്ന് വിചാരിക്കണേ. ഇതിന്റെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മ്യൂസിക്സ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? മ്യൂസിക്സ് ആണ്. ഓക്കെ. ഈ ഫോർ മ്യൂസിക് ഇപ്പൊ ട്രെയിലറിലും അവർ തന്നെയാണ് ചെയ്തത്. അവരെനിക്ക് തോന്നുന്നു ഒരു കുറച്ചധികം നാളായിട്ട് അവർ ഒപ്പം മുതലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത് അവരുടെ കരിയർ. അവർ ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം പക്ഷെ അതിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജേണി അവരുടെ ഈ പടത്തിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ സർ, ലാൽ സർ, ഇപ്പൊ മലയാളത്തിലൊരു പടം എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് തന്നെ ഒരു ഹ്യൂജ് ബഡ്ജറ്റ് വേണം. ഇത് ഒരു പാൻ ഇന്ത്യൻ തരത്തിലേക്കും കൂടി പടം പോവുകയാണ്. പക്ഷെ ഈ പടം എന്ന് പറയുന്നത് ഇപ്പൊ സാർ ഓൾറെഡി കന്നഡ ഇതിൽ അഭിനയിക്കുന്നുണ്ട്, അവിടെ പോപ്പുലർ ആണ്, ബാക്കി എല്ലാവർക്കും നാഷണലി സാറിനെ അറിയാം, അപർണയും അറിയാം ഇതിന്റെ. ഒപ്പം ഇതിന്റെ കണ്ടന്റും കൂടി അത്രയ്ക്ക് വൈഡ് റീച്ച് കിട്ടുന്ന ഒന്ന് തന്നെ ആയതുകൊണ്ടാണ് ഒരു പാൻ ഇന്ത്യൻ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഒരു സാർ ഇത് പ്രിവ്യൂ കണ്ടായിരുന്നു പടത്തിന്റെ? കണ്ടായിരുന്നു. സാറിന് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ച പുള്ളി ഗംഭീരമായിട്ട് ഓക്കെ. അത് മാത്രമേ ഒരു പാനിന്റെ രീതിയിലേക്ക് പോകുമ്പോഴേക്കും പ്രത്യേകിച്ച് ഇപ്പൊ എനിക്ക് തോന്നുന്നു സാറ് ഇപ്പം അന്യഭാഷകളിലും സാറും അപർണയും തന്നെയാണ് ഡബ് ചെയ്യുന്നത്. കന്നഡത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. തമിഴ് തെലുഗു എനിക്ക് അത്ര അറിയില്ല. ഓക്കെ. സോ അത് ചെയ്യും. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ മലയാളം പിന്നെ സിംഗ് സൗണ്ട് ആണ്. ഞാൻ ചെയ്തിട്ടില്ല. ഈ ഒരു ട്രെയിലറിൽ നമ്മൾ കാണുമ്പോഴേക്കും, ട്രെയിലറിന്റെ കഥ മാത്രം വെച്ച് ചോദിക്കുകയാണ്, ട്രെയിലറിൽ കാണുമ്പോഴേക്കും രണ്ടുപേർ അറിയുന്ന ഫേസസ് ഉണ്ട്, പക്ഷെ അതിനിടയിൽ മിന്നി പറയുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഇവരൊക്കെ ഇതിനു വേണ്ടി ഓഡീഷൻ നടത്തി എടുത്തതാണോ? അതെ, അത് നമ്മുടെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട്, ആലൻ എന്ന് പറഞ്ഞിട്ട്. അവൻ്റെ ഒരു 1.5 മാസത്തെ അവൻ്റെ എഫേർട്ടും പിന്നെ എൻ്റെ ടീമിൻ്റെ എൻ്റെ ഡയറക്ഷൻ ടീം, ഇപ്പോൾ ക്രിസ്, ജോമോൻ, അവരെല്ലാവരും, നവീൻ, എല്ലാവരും കൂടെ ഇട്ടൊരു എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടാണ് സിനിമയിൽ കാണുന്ന ബാക്കിയുള്ള മുഖങ്ങളൊക്കെ. അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്.